നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിൻ്റെ ട്രോളിംഗ് നിരോധനത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. മത്സ്യബന്ധനത്തിലെ കടലിലെ ദൂരപരിധിക്കെതിരെ നിയമലംഘന സമരവുമായി മുന്നോട്ടു പോകുമെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ്. നാളെ സമരം സംഘടിപ്പിക്കാനാണ് സംഘടനയുടെ തീരുമാനം. ചേറ്റുവക്കായലിൽ നിന്നും മത്സ്യബന്ധന യാത്ര നടത്തി ട്രോളിംഗ് നിരോധന ഉത്തരവ് ലംഘിക്കാനാണ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ തീരുമാനം. 12 നോട്ടിക്കൽ മൈൽ പരിധി അംഗീകരിക്കാനാവില്ല. കേരള ഗവൺമെന്റ് ഞങ്ങൾ സംരക്ഷിക്കണം. നാളെ രാവിലെ 8 മണിക്ക് ചേറ്റുവായിൽ നിന്നും ഞങ്ങൾ കടലിൽ പോകുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ കൂടെ ഞാൻ ഉൾപ്പെടെയുള്ള മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ നേതാക്കന്മാരടക്കം നാളെ കടലിൽ പോകുന്നുണ്ട്. ഞങ്ങൾ അത് കാവലാളുകളായിട്ടാണ് പോകുന്നത്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെയാണ് ദൂരപരിധി ഏറ്റവും അധികം ബാധിക്കുന്നത്. മൺസൂൺ കാല നിരോധനം ഏർപ്പെടുത്തുമ്പോഴും ആഴക്കടലിൽ വൺ ട്രോളറുകൾക്ക് ഒരു നിയന്ത്രണമില്ലെന്നാണ് ആരോപണം. 3 ലക്ഷം 2 ലക്ഷം 2.5 ലക്ഷം രൂപ ഒരു ബോട്ട് ഉൾക്കടലിൽ പോയാലേ അവർക്ക് ജീവിക്കാനൊക്കത്തുള്ളൂ. തൊഴിലാളിമാർക്കും അതേപോലുള്ള ജനങ്ങൾക്കും. ജൂലൈ 31 വരെയാണ് കേന്ദ്ര സർക്കാർ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇക്കാലയളവിൽ കേരളത്തിന്റെ തീരത്തു നിന്നും 12 നോട്ടിക്കൽ മൈൽ പരിധിക്കപ്പുറം മത്സ്യബന്ധനം അനുവദിക്കില്ല. നമ്മൾ ഈ ഒരു 2 മാസമൊക്കെ എന്ന് പറയുമ്പോൾ 2 മാസം കൊണ്ട് ബോട്ട് കെട്ടിയിട്ട് അത് മൊത്തം നശിച്ച് പിന്നെ പണിക്ക് പോകാൻ നേരത്ത് അത് വേറെയുള്ള പണികൾ റിപ്പയർ പണികളെല്ലാം ചെയ്ത് ഇവിടുന്ന് ബോട്ട് പണിക്ക് പോകാനായിട്ട് ചെല്ലുമ്പോൾ കടലിലൊന്നും കാണത്തില്ല. ഉള്ള ചരക്ക് വന്ന സമയത്തിന് ഒഴിയങ്ങ് പോയി. പരിധി ലംഘിച്ചാൽ കർശന നടപടിയെടുക്കുമെന്നാണ് തീരരക്ഷാ സേനയുടെ മുന്നറിയിപ്പ്. റിപ്പോർട്ടർ, തൃശൂർ. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. ഫിഷറീസ് മന്ത്രി ശ്രീ കെ ബാബു, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് നേതാവ് കൂടിയായ ശ്രീ ടി.എം. പ്രതാപൻ MLA, മത്സ്യത്തൊഴിലാളി ഐക്യവേദി നേതാവ് ശ്രീ ചാൾസ് ജോർജ്, AITUC നേതാവ് ശ്രീ TJ ആഞ്ചലോസ്, BJP വക്താവ് ശ്രീ VV രാജേഷ് എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. മന്ത്രി ശ്രീ കെ ബാബു, താങ്കളും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയെ കണ്ടു, കൃഷിമന്ത്രിയെ കണ്ടു, ചില ഉറപ്പുകൾ ആവശ്യപ്പെട്ടു. പക്ഷേ ഇപ്പോഴും കേന്ദ്രം പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഇപ്പോൾ TN പ്രതാപൻ്റെ നേതൃത്വത്തിലുള്ള മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ നിയമലംഘനവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കേരള തീരത്തെ ഈ സംഘർഷാവസ്ഥ എങ്ങനെ പരിഹരിക്കാൻ കഴിയും? അല്ല, കേരള ഗവൺമെന്റിന്റെ നിലപാട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെയും കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രിയെയും ഞങ്ങൾ കഴിഞ്ഞ കുറെ മാസങ്ങളായി നിരന്തരമായി ബന്ധപ്പെട്ട് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റിന് ഏറ്റവും ഒടുവിൽ കൃഷി വകുപ്പ് മന്ത്രിയെയും പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ നേരിട്ട് കണ്ട് നിവേദനം കൊടുത്തു. പ്രധാനമന്ത്രി പറഞ്ഞത് ഇത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ ബാധകമാകില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കൃഷി വകുപ്പ് മന്ത്രി പറഞ്ഞു പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ ട്രോൾ ബാനിൽ നിന്ന് തീർച്ചയായിട്ടും ഒഴിവാക്കും. അത് മറ്റു സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായി ചർച്ച ചെയ്ത് ഒരു തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞു. 31-ാം തീയതിക്കുള്ളിൽ തീരുമാനം വേണം എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഉടനെ തന്നെ തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിൽ യാതൊരു മാറ്റവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ വളരെയേറെ പ്രതിസന്ധി ഈ മേഖലയിൽ ഉണ്ടായിരിക്കുകയാണ്. സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ വളരെ വ്യക്തമായ ഒരു നിലപാടുണ്ട്. ആ നിലപാട് സംസ്ഥാന ഗവൺമെന്റിന് അധികാരമുള്ള 12 നോട്ടിക്കൽ മൈൽ പ്രദേശത്ത് സംസ്ഥാന ഗവൺമെന്റ് ഈ 61 ദിവസത്തെ ട്രോൾ ബാൻ നടപ്പാക്കില്ല. അതുപോലെ തന്നെ ട്രോൾ ബാൻ പീരീഡിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ കഴിഞ്ഞ 25 കൊല്ലമായി അനുവദിക്കുന്നത് പോലെ ഈ തവണയും ഞങ്ങൾ അനുവദിക്കും. കേന്ദ്ര ഗവൺമെന്റുമായി സംസ്ഥാന ഗവൺമെന്റിന് ഏറ്റുമുട്ടാനും ഉദ്ദേശമില്ല. അതിനകത്ത് ഭരണഘടനാപരമായ ചില ബാധ്യതകൾ പാലിക്കേണ്ടതുണ്ട്. എന്നാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിനോട് ശക്തമായ വിയോജിപ്പ് സംസ്ഥാന ഗവൺമെന്റിനുണ്ട്. അത് അറിയിച്ചിട്ടുണ്ട്. അത് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഈ 61 ദിവസം ട്രോൾ ബാൻ പിൻവലിക്കുകയും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ നേരെ ഏർപ്പെടുത്തിയിട്ടുള്ള ഈ സമ്പൂർണ്ണ മത്സ്യബന്ധന നിരോധനം പിൻവലിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ശ്രീ കെ ബാബു, ഇപ്പോൾ പ്രധാനപ്പെട്ട തർക്കം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഈ ട്രോളിംഗ് നിരോധനം ബാധകമല്ല എന്ന ഒരു ഉറപ്പ് ആദ്യം നിങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെയും കൃഷിമന്ത്രിയുടെയും ഭാഗത്തു നിന്ന് ലഭിക്കുകയും പിന്നീട് അക്കാര്യം ഇതര സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്താം എന്ന് വീണ്ടും അറിയിക്കുകയും ചെയ്തു. ഇപ്പോൾ 12 നോട്ടിക്കൽ മൈലിൻ്റെ പ്രശ്നമുണ്ടല്ലോ. ഈ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഈ 12 നോട്ടിക്കൽ മൈലിനപ്പുറം പോയി മീൻ പിടിക്കാൻ കഴിയുമോ? അതിനെ കോസ്റ്റ് ഗാർഡ് തടസ്സപ്പെടുത്തിയാൽ സംസ്ഥാന സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും? പ്രത്യേകിച്ച് താങ്കൾ ഇന്ന് മീറ്റിങ്ങിന് ശേഷം കേന്ദ്ര സർക്കാരിൻ്റെ സമ്പൂർണ്ണ ട്രോളിംഗ് നിരോധനം
കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ? അല്ല, ഞാനിപ്പോ പറഞ്ഞത് അത് തന്നെയാണ്. 12 നോട്ടിക്കൽ മൈൽ പ്രദേശത്ത് സംസ്ഥാന ഗവൺമെന്റിന് അധികാരമുണ്ട്. ആ അധികാര പരിധിയിൽ ഒരു കാരണവശാലും ഇത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതേ സമയത്ത് തന്നെ ഇതിനകത്ത് വളരെയേറെ പ്രതിസന്ധികൾ ഉണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കും ഗവൺമെന്റിനും എല്ലാം പ്രതിസന്ധികളുണ്ട്. കാരണം 12 നോട്ടിക്കൽ മൈല് മത്സ്യത്തൊഴിലാളികളിനപ്പുറം 12 നോട്ടിക്കൽ മൈലിനപ്പുറം മത്സ്യത്തൊഴിലാളികൾ പോകില്ലെന്ന് ഉറപ്പുവരുത്താൻ കോസ്റ്റ് ഗാർഡിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇന്ന് കോസ്റ്റ് ഗാർഡിന്റെ ഉദ്യോഗസ്ഥന്മാരോടും നേവി ഉദ്യോഗസ്ഥന്മാരോടും ഞങ്ങൾ ഈ കാര്യത്തിൽ ഒരു അഭ്യർത്ഥന നടത്തിയിരിക്കുകയാണ്. നിങ്ങൾ വളരെ പെട്ടെന്ന് നടപടികളിലേക്ക് പോകരുത്. ഇതൊരു പുതിയ തീരുമാനമാണ്, ഒരു ട്രാൻസിഷൻ പീരീഡാണ്. അതുകൊണ്ട് നിങ്ങളും കൂടി സഹകരിക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുക. ഏതായാലും ഇതിനകത്ത് വലിയൊരു പ്രതിസന്ധിയുണ്ട്. കാരണം 12 നോട്ടിക്കൽ മൈലിനപ്പുറം സംസ്ഥാന ഗവൺമെന്റിന് അധികാരമില്ല. എന്നാൽ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ പോവുകയും ചെയ്യും. പോകുന്ന ആളുകളെ സംസ്ഥാന ഗവൺമെന്റിന് തടുക്കാൻ സാധിക്കില്ല, തടുക്കുകയില്ല. അത് പ്രതിസന്ധിയുണ്ട്. ശ്രീ കെ ബാബു, ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയോ അതല്ലെങ്കിൽ നിയമപരമായി ഇപ്പോൾ സംസ്ഥാനത്ത് ഓരോ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായ നയങ്ങൾ, അത് കേന്ദ്രം അതിനെ ഏക നയം അടിച്ചേൽപ്പിക്കുമ്പോൾ അത് ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആയി വളരുമ്പോൾ സംസ്ഥാനം ഈ കാര്യത്തിൽ കുറച്ചുകൂടി ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതുണ്ടല്ലോ. അതിലെന്ത് ചെയ്യാൻ കഴിയും നിയമപരമായി? നിയമപരമായിട്ടിപ്പോ കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ടൊരു കേസ് വന്നിട്ടുണ്ട്. ആ കേസിൽ ഞാനീ പറഞ്ഞ നിലപാട് കോടതിയെ സംസ്ഥാന ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട്. പിന്നെ സംസ്ഥാന ഗവൺമെന്റ്, ഒരു ഗവൺമെന്റിന് കേന്ദ്ര ഗവൺമെന്റിനോട് ഏറ്റുമുട്ടാൻ സാധിക്കില്ല, ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിനും സാധിക്കില്ല. അതിന് ഭരണഘടനാപരമായ ചില ബാധ്യതകളും സംസ്ഥാനങ്ങൾക്ക് പരിമിതികളുമുണ്ട്. നയപരമായ കാര്യങ്ങളിലും അതിന് ശക്തമായി എതിർപ്പ് പ്രകടിപ്പിക്കാനേ പറ്റുള്ളൂ. വ്യക്തമാണ്. ദയവായി താങ്കൾ തുടരുക. ശ്രീ ടി.എൻ. പ്രതാപൻ, മന്ത്രി ശ്രീ കെ ബാബു പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നയത്തോട് വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പ് പ്രധാനമന്ത്രിയെയും കൃഷിമന്ത്രിയെയും അറിയിച്ചു. അതുപോലെ തന്നെ നേവിയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും ഉദ്യോഗസ്ഥരുമായി ഇന്ന് ചർച്ച നടത്തി, പുതിയ സാഹചര്യം അവരെ ബോധ്യപ്പെടുത്തി. പക്ഷേ 12 നോട്ടിക്കൽ മൈലിനപ്പുറം സംസ്ഥാനത്ത് നിയന്ത്രണത്തിലല്ല. ആ ഒരു സാഹചര്യത്തിൽ നാളെ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് 12 നോട്ടിക്കൽ മൈൽ മറികടക്കുമോ? അതിനെ കോസ്റ്റ് ഗാർഡോ നേവിയോ അതിനെ തടസ്സപ്പെടുത്തിയാൽ നിങ്ങൾ എന്ത് സമീപനം സ്വീകരിക്കും? എങ്ങനെ ഈ പ്രശ്നം തൊഴിലാളി പക്ഷത്ത് നിന്ന് പരിഹരിക്കും? പ്രകാശ്, ഇതിനകത്ത് സംസ്ഥാന ഗവൺമെന്റ് സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് ശരിയാണ്. മന്ത്രിക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിനും ഇതിൽ ചെയ്യാവുന്നതിന്റെ മാക്സിമം ആണത് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. വളരെ ശക്തമായി, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് കണ്ട് ആവശ്യപ്പെട്ടു. അത് ഞങ്ങൾക്ക് അങ്ങേയറ്റത്തെ നന്ദിയും സന്തോഷവും ഉണ്ട്. അതേപോലെ ഇന്ന് കോസ്റ്റ് ഗാർഡും നേവിനും ഉൾപ്പെടെയുള്ള ആളുകളെ വിളിച്ചു വരുത്തി ഒരു കാരണവശാലും കടലിൽ പോകുന്ന 12 നോട്ടിക്കൽ മൈൽ അപ്പുറത്ത് പോകുന്നവരെ തടയരുത്, അവരുമായി സംഘർഷത്തിലേക്ക് പോകരുത് എന്ന് പറഞ്ഞതിനോട് ഞങ്ങൾ സംസ്ഥാന ഗവൺമെന്റിനോട് പ്രത്യേകമായ നന്ദി പ്രകടിപ്പിക്കാതെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്ന സാധാരണ കേരളത്തിൽ ഈ ജൂൺ മാസത്തിലാണ്. ജൂണിന്റെ ആദ്യ പകുതിയിൽ ആ വ്യതിയാനം തുടങ്ങും. ഇപ്പോഴാണ് നമുക്ക് ഉപരിതല മത്സ്യങ്ങളായി കിട്ടിയിരുന്ന മത്തിയും അടക്കം അയിലയും മത്തിയും ഒക്കെ കിട്ടുന്നത് ഈ 12 നോട്ടിക്കൽ മൈലിന് അപ്പുറത്ത് നിന്നാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായത്. അപ്പൊ അവിടെ പോകാതെ വള്ളങ്ങൾക്ക്, ബോട്ടുകാരേക്കാൾ അപ്പുറത്ത് വള്ളങ്ങൾക്ക്, നമ്മുടെ കേരളത്തിലുള്ള എല്ലാതും യന്ത്രവൽകൃത വള്ളം, 2 ആള് പോയി മീൻ പിടിക്കുന്ന, കരയിൽ നിന്നും മീറ്ററുകൾക്ക് അപ്പുറത്ത് പോയി മീൻ പിടിക്കുന്ന വഞ്ചി വരെ ഇപ്പോൾ യന്ത്രവൽകൃതമായ വഞ്ചിയാണ്. ഈ വഞ്ചിയിൽ പോകുന്ന, വള്ളങ്ങളിൽ പോകുന്ന ആളുകൾക്ക് അപ്പുറത്തേക്ക് പോയി മീൻ പിടിക്കാൻ പറ്റും. ആ 12 നോട്ടിക്കൽ മൈൽ അപ്പുറത്തേക്ക് പറ്റും. അവിടെ ഞങ്ങൾക്ക് മീൻ പിടിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. ഞങ്ങൾ നാളെ മുതൽ മീൻ പിടിക്കാൻ വേണ്ടി പോകും. അതുകൊണ്ടാണ് ഞങ്ങൾ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ പ്രസിഡന്റായ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ മത്സ്യത്തൊഴിലാളികളുടെ കൂടെ നാളെ കടലിലേക്ക് പോകുന്നത്. അവർക്കൊരു ആത്മവിശ്വാസം കൊടുക്കാൻ കാവലായി കേരള ഗവൺമെന്റ് നമുക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. അതേപോലെ കേന്ദ്രം നമുക്ക് വാക്ക് പാലിച്ചിട്ടില്ല. അത് നമുക്ക് ഇതിനകത്ത് പോയി മീൻ പിടിക്കും. ഞങ്ങളിത് എന്തായാലും ഇതിനകത്ത് ഞങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, വേറൊരു മാർഗവും ഇല്ല. പ്രകാശ്, ദയവായി തുടരുക. ശ്രീ ചാൾസ് ജോർജ്, നിയമലംഘനത്തിന്റെ ഒരു പാത, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പറയുന്ന ഈ നിയമം ബാധകമല്ല എന്ന നിലയിൽ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് കൂടി സമരരംഗത്തേക്ക് ഇറങ്ങുന്നു. പക്ഷേ സംസ്ഥാന സർക്കാരിന് പരിമിതികളുണ്ട് എന്ന് ശ്രീ കെ ബാബു പറയുന്നു. ഇവിടെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നങ്ങൾ ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആണോ? അത് നിയമമുണ്ട്, കേന്ദ്ര
ശ്രീ ചാൾസ് ജോർജിലുമായിട്ടുള്ള ടെലിഫോൺ ബന്ധത്തിൽ തകരാറുണ്ട്. ശ്രീ ടി ജെ ആഞ്ചലോസ്, എങ്ങനെ ഇതിനെ മറികടക്കാൻ കഴിയും? കേന്ദ്ര ഗവൺമെൻറ് ഈ തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞതിന് ശേഷം അതേപോലെ തന്നെയുള്ള വഞ്ചനാപരമായ സമീപനമാണ് സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. ഈ മീനാകുമാരി കമ്മിറ്റി റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സഹമന്ത്രി രാധാമോഹൻ സിംഗ് യോഗം വിളിച്ചിരുന്നു. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പങ്കെടുത്തില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേരളത്തിൽ പ്രക്ഷോഭം വളരെ ശക്തമാകുന്നു എന്ന് വന്നപ്പോൾ മുഖ്യമന്ത്രിയും ഫിഷറീസ് മന്ത്രിയും ചേർന്ന് പ്രധാനമന്ത്രിയെ കണ്ടു, അല്ലെങ്കിൽ കേന്ദ്ര സഹമന്ത്രിയെ കണ്ടു എന്നുകൊണ്ടുള്ള വാർത്തകൾ. പക്ഷെ അതിലെന്താ, കേന്ദ്ര ഗവൺമെൻറ് ഒരു ഉറപ്പും കൊടുത്തിട്ടില്ല. അവിടെ സഹമന്ത്രി പത്രക്കാരോട് പറയുന്നതെല്ലാം ഞങ്ങളും കേട്ടതാണ്. മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഫിഷറീസ് മന്ത്രിയും പ്രചരിപ്പിച്ചതാണ് കേരളത്തിനെ ഇത് ബാധകമാക്കില്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചു, ഉറപ്പ് തന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചരണമാണ് ഇവർ സംഘടിപ്പിച്ചത്. ഞങ്ങളുടെ മുമ്പിലുള്ളത് ഏപ്രിൽ 10 ഉത്തരവാണ്. ഏപ്രിൽ 10 ഉത്തരവിൽ വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. യാതൊരു കാരണവശാലും മത്സ്യബന്ധനം അനുവദിക്കില്ല എന്നുള്ള സമ്പൂർണ്ണമായ നിരോധനമാണ് അതിനകത്ത് പറയുന്നത്. 12 നോട്ടിക്കൽ മൈൽ വരെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് പോകാം. അത് നേരത്തെ അതിൻ്റെ ഉത്തരവുണ്ട്. ഒരു 5 വർഷത്തിനുള്ളിൽ അതിൻ്റെ ക്രമീകരണം വരുത്തണമെന്നാണ് പറയുന്നത്. ഈ കേരളത്തിൻ്റെ ഒരു പ്രത്യേക അവസ്ഥ കേന്ദ്ര ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞോ? എല്ലാ വിഷയങ്ങളിലും മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരിക്കുന്ന ഈ പുതിയ പ്രശ്നങ്ങളിൽ കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ നന്നായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇനി സംഭവിക്കാൻ പോകുന്നത് കേരളത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ബോട്ടുകാരും വള്ളക്കാരും ഉണ്ടല്ലോ. ബോട്ടുകാരും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. ഈ നിരോധനം വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 12 നോട്ടിക്കൽ മൈലിൻ്റെ ഉള്ളിലാണ് 10,000 വരുന്ന വള്ളങ്ങളും ബോട്ടുകളും മത്സ്യബന്ധനം നടത്താൻ പോകുന്നത്. സംഘർഷത്തിലേക്ക് പോകും. ഇതിനു മുമ്പ് അതുണ്ടായിട്ടുള്ളതാണ്. അങ്ങനെയാണ് കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കിയത് സംസ്ഥാന ഗവൺമെൻറ്. വള്ളക്കാരും ബോട്ടുകാരും തമ്മിലുണ്ടായ സംഘർഷം അതേ രീതിയിൽ കേരളത്തിൽ പുതിയ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണ്. അത് ഞങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. നിങ്ങൾ നിയമപരമായി കോടതിയിൽ കേന്ദ്ര ഗവൺമെൻറ് സമ്മർദ്ദം ചെലുത്തിയെങ്കിൽ സമ്മർദ്ദം ചെലുത്തി കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളെയും പൊതുസമൂഹത്തെയും ഒന്നടങ്കമണി നടത്തി കേന്ദ്ര ഗവൺമെൻറ് അവസാന നിമിഷത്തിലാണ് മുഖ്യമന്ത്രി ഏപ്രിൽ 10 ഉത്തരവാണ്. കഴിഞ്ഞ ആഴ്ചയാണ് മുഖ്യമന്ത്രിയും ഫിഷറീസ് മന്ത്രിയും ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ വൈകിപ്പോയോ? ഇപ്പോൾ ജൂൺ 15 മുതൽ ജൂലൈ 31 വരെയാണ് കേരളത്തിൽ ട്രോളിംഗ് നിരോധനം. ഈ 15 ദിവസം ബോട്ടുകളും പരമ്പരാഗത വള്ളങ്ങളും എല്ലാം ഈ നിയമം ബാധകമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ഉത്തരവ് ബാധകമല്ല എന്ന നിലയിൽ ഇറങ്ങുന്നു. അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡുമായുള്ള സംഘർഷം. ഏപ്രിൽ മാസത്തിൽ കേന്ദ്ര സർക്കാർ ഒരു തീരുമാനമെടുത്ത ശേഷം ഇപ്പോൾ നടപ്പാക്കുന്നതിന് മുമ്പ് അതിൽ ഒരു തിരുത്തൽ വരുത്തുന്നതിൽ വൈകിപ്പോയോ? അതെ, ശ്രീ ആഞ്ചലോസിന് കുറച്ച് ഈ കാര്യത്തിൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമം കൂടി നടത്തുന്നതുകൊണ്ടാണ് പ്രശ്നം. ഞങ്ങള് ഡൽഹിയിൽ പോയിട്ട് മാർച്ച് 18 തീയതി ഒരു യോഗം അവിടെ വിളിച്ചു കൂട്ടിയിരുന്നു. ആ യോഗത്തില് ഞാൻ പങ്കെടുത്തിരുന്നത്. ഈ കാര്യത്തിൽ അതിന്റെ മിനിറ്റ്സ് വന്നിട്ടുണ്ടല്ലോ, നമ്മുടെ നിലപാട് അറിയിച്ചിട്ടുണ്ട്. അതിന് മുഖ്യമന്ത്രി കത്ത് എഴുതിയിട്ടുണ്ട്. അതിനു മുമ്പ് ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രിയെ കണ്ട് നിവേദനം നടത്താൻ കിട്ടിയ സമയം 28 തീയതിയാണ്. അവിടെ ആഞ്ചലോസ് പത്രമൊക്കെ വായിക്കുന്ന ആളല്ലേ. പ്രധാനമന്ത്രി വിദേശ പര്യടനത്തിലായിരുന്നില്ലേ? അപ്പൊ പ്രധാനമന്ത്രി വന്നതിന് ശേഷം ഞങ്ങൾ പോയി കണ്ട് നിവേദനം നടത്തി. അത് മാത്രമല്ല, എംപിമാരുടെ യോഗം ഇവിടെ ഉണ്ടായിരുന്നു. എംപിമാരുടെ യോഗത്തിന് ഞാൻ ഈ പ്രശ്നം ഉന്നയിച്ചിരുന്നു. ഗവൺമെന്റ് തന്നെ അവർക്കെല്ലാം നോട്ട് കൊടുത്തു. ഞാൻ എല്ലാ എംപിമാർക്കും 2 പ്രാവശ്യം ഇമെയിൽ അയച്ചിരുന്നു. നമ്മൾ ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടാണ് എംപിമാർ കേസ് വേണമാലും എല്ലാം കൂടി പാർലമെന്റിൽ ഈ പ്രശ്നം ഉന്നയിക്കുകയും അവിടെ സത്യാഗ്രഹം ചെയ്യുകയും ചെയ്തത്. സംസ്ഥാന ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമാണ്. ദയവായി തുടരുക. ശ്രീ ചാൾസ് ജോർജ്, സംസ്ഥാന സർക്കാർ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു. കേന്ദ്ര സർക്കാർ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനവുമായി മുന്നോട്ട് പോകുന്നു. മത്സ്യത്തൊഴിലാളികൾ അത് പ്രക്ഷോഭത്തിലാണ്. ഇത് ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ മാത്രമാണോ? കോസ്റ്റ് ഗാർഡിന് മീൻപിടുത്തത്തിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളെ തടയാൻ നിയമപരമായി കഴിയുമോ? മത്സ്യബന്ധനം അത് പരമ്പരാഗത തൊഴിലാളികളുടെ അവകാശമല്ലേ? അതിനെ തടസ്സപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ഒരു ഉത്തരവിറക്കിയതുകൊണ്ടുകൂടി കഴിയുന്ന സാഹചര്യമുണ്ടോ ശരിക്കും? ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഒരു അഭിപ്രായം കേട്ടപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സങ്കടമാണ് തോന്നുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണ്? ഞങ്ങൾ എലികളോടൊപ്പമാണ് നിൽക്കുന്നത്, പക്ഷേ എലികളെ പിടിക്കുന്ന പൂച്ചയോടൊപ്പം കൂടി നടക്കേണ്ട ഗതി ഞങ്ങൾക്കുണ്ട്. ഇതാണ് കുറച്ചുകൂടി മന്ത്രി ബാബുവിൻ്റെ ഭാഷയെ പറഞ്ഞാൽ കേരളത്തിൽ സമ്പൂർണ്ണ മദ്യനിരോധനം ഞങ്ങൾ നടപ്പാക്കും, ആവശ്യപ്പെടുന്നവർക്കൊക്കെ ഭാരം കൊടുക്കും എന്ന് പറയുന്ന ഒരു വൈതരണിയാണ് ഇതിനകത്തുണ്ടായിരിക്കുന്നത്.
ഇത് വളരെ മൗലികമായ ചില പ്രശ്നങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. ഒന്ന്, തൊഴിലെടുക്കാനും ജീവിക്കാനും ഉപജീവനം തേടാനുമുള്ള പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സമൂഹത്തിൻ്റെ അവകാശത്തിൻ്റെ പ്രശ്നം. രണ്ട്, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ അത് പുനർനിർണ്ണയിക്കേണ്ട മൗലികമായ പ്രശ്നം. അതിലും പ്രധാനമായ പ്രശ്നം സാർവദേശീയമായി അംഗീകൃതമായ ചട്ടങ്ങളുടെയും നിയമങ്ങളുടെയും കരാറുകളുടെയും ലംഘനം ഇവിടെ നടന്നിരിക്കുകയാണ്. ഇതൊക്കെ ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. ഐക്യരാഷ്ട്ര സംഘടന തന്നെ 95-ൽ CCRF എന്ന് പറയുന്ന ഒരു പെരുമാറ്റച്ചട്ടം കൊണ്ടുവന്നിട്ടുണ്ട്. സംസ്ഥാനങ്ങളുടെ പ്രാദേശിക സർക്കാരുകളുടെ അവകാശങ്ങൾ, നിയമങ്ങൾ അത് നടപ്പാക്കപ്പെടണം, ചെറുകിടയും പരമ്പരാഗതവുമായ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന് 2 പ്രമാണ രേഖകൾ കൊണ്ടുവരികയും അതിൽ ഒപ്പിട്ടൊരു സിഗ്നേറ്ററിയാണ് ഇന്ത്യ എന്നോർക്കണം. അങ്ങനെയുള്ള ഒരു രാജ്യം ഒരു ഏകശിലാഖണ്ഡമായി സംസ്ഥാനങ്ങളുടെ കടലുകളുടെ വ്യത്യസ്തത, മത്സ്യ ഇനങ്ങളുടെ വ്യത്യസ്തത, കാലാവസ്ഥയുടെ വ്യത്യസ്തത ഇതൊന്നും കണക്കിലെടുക്കാതെ ഏകപക്ഷീയമായി ഇത് നടപ്പാക്കാൻ തീരുമാനിക്കുന്നു. ഇതൊരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂട്ട് വരികയാണ്. നമ്മളാരും ആഗ്രഹിച്ചിട്ടല്ല. കോസ്റ്റ് ഗാർഡിന് ഇതിനകത്ത് എന്ത് അവകാശം ഇരിക്കുന്നു? 1976-ലാണ് ഇന്ത്യയിൽ ഒരു നിയമം ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. അതാണ് മാരിടൈം സോൺ ആക്ട് ഇന്ത്യ എന്ന് പറയുന്നത്. അത് പ്രകാരമാണ് ഇതൊക്കെ നിർണ്ണയിച്ചിട്ടുള്ളത്. മത്സ്യബന്ധന അവകാശത്തെ സംബന്ധിച്ച് മാരിടൈം സോൺ ആക്ടിൻ്റെ കുഴപ്പം പറ്റിയിട്ടുണ്ട്. ഈ സംസാരിച്ച ആളുകളൊക്കെ ഭരിച്ച കാലത്ത് ഇപ്പോഴും ഈ 39 വർഷം കഴിഞ്ഞിട്ടും ഇതിനൊരു റൂള് കൊണ്ടുവന്നിട്ടില്ല. ഈ മാരിടൈം സോൺ ആക്ട് ഞങ്ങളോ ബോട്ടുകാരോ കപ്പലോ ലംഘിച്ചാൽ അതിനെ തടയുന്നതിനാവശ്യമായ ഒരു റൂൾ, ഒരു ചട്ടം കൊണ്ടുവരാതിരിക്കെ ശൂന്യാകാശത്ത് കിടക്കുന്നൊരു നിയമമാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ പറയുന്നത് അത് വെച്ച് ഞങ്ങളെ തടയാൻ പറ്റൂല. അതുകൊണ്ട് പിന്നെ കോസ്റ്റ് ഗാർഡിനെ ഏൽപ്പിക്കും. കോസ്റ്റ് ഗാർഡ് ആരാ? അത് യൂണിഫോം ധരിച്ച സൈനികരാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്നത് ലൈവ്ലിഹുഡ് ഇഷ്യൂവിനെ, ഉപജീവന അവകാശത്തെ ഒരു ക്രമസമാധാന പ്രശ്നമായും സൈനികമായി പരിഹാരം കാണേണ്ട ഒരു പ്രശ്നമായിട്ട് മാറ്റിയിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിയുക? നാളെ ഞാൻ 10 രൂപയുടെ HNCയുടെ ഹിന്ദി മലയാളം ഡിക്ഷണറി വാങ്ങിച്ചു കൊടുക്കേണ്ട ഓരോ വള്ളക്കാർക്ക്. പോയിക്കോ. കാരണം ചെല്ലുമ്പോൾ തന്നെ എന്ത് സ്നേഹമാണെന്നറിയോ ഈ കോസ്റ്റ് ഗാർഡിന്. കുത്തേക്ക ബച്ച എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവർ ചോദിക്കും എന്താണ് സഖാവ് പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇനി ചായക്കട പോകണമെങ്കിലും മീൻ പിടിക്കാൻ പോകണമെങ്കിലും ഹിന്ദി ഡിക്ഷണറി കൊടുക്കേണ്ട ഒരു അവസ്ഥയല്ല കേരളം നിൽക്കുന്നത്. അത് വാങ്ങിച്ചു കൊടുക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കൃത്രിമമായ 12-10 എന്നുള്ള കൃത്രിമമായ ഒരു വിഭജനം അത് അങ്ങേയറ്റം തെറ്റാണ്, അശാസ്ത്രീയമാണ്, അത് അംഗീകരിക്കൂല. പിന്നെ നിയമം കയ്യിലെടുക്കുമെന്നും നിയമം ലംഘിക്കുമെന്നും ഞങ്ങൾ പ്രഖ്യാപിക്കുന്നില്ല. കടലിൻ്റെ മക്കൾ തീരത്ത് ജനിച്ചവർ അവരുടെ ചരിത്രത്തിൽ ഒരു കാലത്തും നിരോധനം ഉണ്ടായിട്ടില്ല. ഉണ്ടാക്കാൻ KV തോമസ് നിർമ്മിച്ച കാലത്തും പിന്നീടും ശക്തമായ സമരം നടത്തി തന്നെ അതിനെ പരാജയപ്പെടുത്തിയ ചരിത്രമാണ് കേരളത്തിലെ മത്സ്യബന്ധന തൊഴിലാളികൾക്കുള്ളത്. അതുകൊണ്ട് ഇന്നലെ ഞങ്ങൾ പോയി 30-35 കിലോമീറ്റർ അകലെ ട്യൂണ പിടിക്കുന്ന ചൂണ്ട വള്ളങ്ങൾ 15 അടി അവർ 50 എണ്ണം കൊച്ചിയിൽ നിന്ന് പോയിട്ടുണ്ട്. നാളെയാണല്ലോ പ്രതാപം ലംഘിക്കാൻ പോകുന്നത്. ഇവിടെ ലംഘനമൊന്നുമില്ല. ഉപജീവനത്തിന് പോകുന്നവർ അവർ ഉപജീവന അവകാശം സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഒരു ശക്തിക്കും കേരളത്തിലെ ശ്രീ വി വി രാജേഷ്, സ്വദേശി പറഞ്ഞാണ് BJP അധികാരത്തിലേക്ക് നടന്നു കയറിയത്. ഇതിപ്പോൾ 12 നോട്ടിക്കൽ മൈലിനപ്പുറം വിദേശ ട്രോളറുകൾ നമ്മൾ മലയാളികൾക്കടക്കം കിട്ടേണ്ട മത്സ്യം പിടിച്ചു കൊണ്ടുപോകുന്നു, വിൽപ്പന നടത്തുന്നു. ഇവിടുത്തെ 10 ലക്ഷത്തോളം വരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ഉപജീവന മാർഗം, അവരുടെ തൊഴിൽ മേഖല, തൊഴിലിടം ആ കടലിലേക്ക് ഇറങ്ങുന്നത് കോസ്റ്റ് ഗാർഡിനെ വെച്ച് തടയുന്നു. പ്രത്യേകിച്ചും മഴക്കാലം തുടങ്ങിയിരിക്കുന്നു. അവർക്ക് പട്ടിണി, വിദേശികൾക്ക് ചാകര. ഈ സിദ്ധാന്തം എന്തുകൊണ്ട് നിങ്ങൾ പിന്തുടരുന്നു? എന്തുകൊണ്ടത് തിരുത്താൻ കേന്ദ്ര സർക്കാരിനോട് കേരളത്തിലെ BJP കൂടി ആവശ്യപ്പെടുന്നില്ല? താങ്കൾ എന്നോട് ചോദിച്ച ചോദ്യത്തിൽ തന്നെ ഒരു വസ്തുതാപരമായ പിഴവുണ്ട്. കാരണം ഇത് നിലവിൽ വന്നതിന് ശേഷം ഇതിൻ്റെ ഓർഡറിൽ തന്നെ ഒരൊറ്റ വെസൽസിനെയും ഈ ഏരിയയിൽ അനുവദിക്കില്ല എന്നാണ് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത്. ഈ നിരോധനം നിലവിൽ വന്നതിന് ശേഷം ഒരൊറ്റ ട്രോളറും വിദേശ ട്രോളർ ഉൾപ്പെടെ ഇവിടെ കടന്നിട്ടില്ല. വിദേശ ട്രോളറുകൾ വന്ന് മത്സ്യം വാരിക്കൊണ്ട് പോകുന്നു എന്നുള്ള രീതിയിലുള്ള താങ്കളുടെ പരാമർശം തികച്ചും വസ്തുതാവിരുദ്ധമാണ്. മറ്റൊന്ന്, ഇന്ന് വൈകുന്നേരം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ, ഞങ്ങളുടെ മത്സ്യപ്രവർത്തക മേഖലയിലെ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഡൽഹിയിലാണ്. കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രിയെ കണ്ട് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ്. കേരളത്തിലെ BJP ഘടകത്തിൻ്റെ നിലപാട് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളോടൊപ്പമാണ്. കഴിഞ്ഞ പതിറ്റാണ്ടുകളായി സങ്കീർണമായ മത്സ്യബന്ധന മേഖലയിലെ പ്രശ്നങ്ങൾ ശാസ്ത്രീയമായി പരിഹരിക്കുന്നതിൽ ഉണ്ടായ പാളിച്ചയാണ് ഇന്ന് ഈ മേഖലയെ മുഴുവനും ഈ അവസ്ഥയിലാക്കിയത്. മത്സ്യസമ്പത്തിൻ്റെ ദീർഘകാലമുള്ള നിലനിൽപ്പിനും മത്സ്യത്തൊഴിലാളികളുടെ സംരക്ഷണത്തിനും വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നു. എന്നാൽ ഈ തീരുമാനം അതുപോലെ തന്നെ നടപ്പിലാക്കി കഴിഞ്ഞാൽ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളെ ദോഷമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇതിനൊരു എക്സംഷൻ വേണം എന്നുള്ള വാദഗതിയുമായി ഞങ്ങൾ ഇന്ന് കേന്ദ്രമന്ത്രിയെ കാണുക. ഇവിടെ ദൗർഭാഗ്യവശാൽ
കേരള ഗവൺമെൻറ് വസ്തുനിഷ്ഠമായി കേന്ദ്ര ഗവൺമെൻറ്റിനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കുന്നതിൽ പരാജയപ്പെടുകയുണ്ടായത്. BJP ഒരു ഗവൺമെൻറ് അല്ല കേരളത്തിൽ, ഞങ്ങളൊരു പാർട്ടി മാത്രമാണ്. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ TN പ്രതാപൻ MLAയും മന്ത്രി K ബാബുവും തികച്ചും തെറ്റിദ്ധാരണ ജനകമായ ചില വസ്തുതകൾ പറഞ്ഞു. ഞാൻ സൂചിപ്പിക്കാം. 2006 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സുപ്രീം കോടതിയിൽ 65 ദിവസം സമ്പൂർണ്ണ മത്സ്യബന്ധന നിരോധനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അഫിഡവിറ്റ് കൊടുത്തത് സുപ്രീം കോടതിയിൽ രേഖകളുണ്ട്. ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ K ബാബുവിന് ഖണ്ഡിക്കാം. അതോടൊപ്പം തന്നെ ശ്രീ ചാൾസ് അദ്ദേഹം കേന്ദ്ര ഗവൺമെൻറ്റിനെ ശക്തമായി ആഞ്ഞടിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ മേഖലയിലെ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി നിയോഗിച്ച സൈറ ബാനു കമ്മീഷന്റെ മുൻപിൽ 91 ദിവസത്തെ സമ്പൂർണ്ണ മത്സ്യബന്ധന നിരോധനത്തിന് വേണ്ടി താങ്കൾ വാദിച്ചിട്ടില്ലേ? താങ്കൾ മൊഴി കൊടുത്തിട്ടില്ലേ? ആ രേഖയും ഇന്നിവിടെ ഉണ്ടല്ലോ. അങ്ങനെ തികച്ചും കോൺട്രഡിക്ടറി ആയിട്ടുള്ള നിലപാടുകൾ മത്സ്യബന്ധന മേഖലയിലെ നേതാക്കന്മാരും കേരളം ഭരിച്ച ഗവൺമെന്റുകളും എടുത്തതുകൊണ്ടാണ് ഈ അവസ്ഥയിൽ വന്നത്. ഈ രാജേഷ് പറഞ്ഞതിനകത്ത് ആദ്യത്തെ ഒരു കാര്യം, കഴിഞ്ഞ ജനുവരിയിൽ കേരളത്തിലെ മന്ത്രിമാരടക്കമുള്ളവർ കേന്ദ്ര കൃഷി മന്ത്രിമാരെ കണ്ടിരിക്കുന്നു, ഞങ്ങൾ ആശങ്ക പറഞ്ഞിരിക്കുന്നു. ഈ ഓർഡർ ഇറങ്ങിയ ഉടനെ തന്നെ കേരളത്തിലെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സമൂഹം ഒന്നടങ്കം പ്രക്ഷോഭം നടത്തി. കേരളത്തിൽ ഹർത്താൽ നടന്നു. ഈ കഴിഞ്ഞ ആഴ്ച വരെ കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങളും കേന്ദ്ര സ്ഥാപനങ്ങളുടെ ഉപരോധം നടന്നു. 2 തവണ പ്രധാനമന്ത്രിയെ പോയി കണ്ടു. കഴിഞ്ഞ 6-ാം തീയതി സംസ്ഥാന മുഖ്യമന്ത്രി ഞങ്ങളുടെ യോഗം വിളിച്ചു. ആ യോഗത്തിൽ പറഞ്ഞ കാര്യം നിങ്ങൾക്കറിയോ? ഇനി പ്രധാനമന്ത്രി അടുത്ത തവണ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ ഒരു ഡെലിഗേഷൻ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് മിനിഞ്ഞാന്ന് പോയിട്ടുള്ളത്. പോയിട്ട് വന്നിട്ട് എന്താ ഉണ്ടായിരിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഈ നിരോധന എന്റെ പിഴ എന്റെ വലിയ പിഴ എന്ന നിലയിൽ കത്തെഴുതി അത് പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. 1. 2, ട്രോൾ ബാനിനെ സംബന്ധിച്ച്, ഈ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന ട്രോൾ ബാനിനെ സംബന്ധിച്ച് ഞങ്ങൾ ട്രോളിംഗ് നിരോധനത്തിന് വേണ്ടി കഴിഞ്ഞ എത്രയോ വർഷമായി സമരം ചെയ്യുന്ന രാജേഷ്. പക്ഷേ ഞങ്ങൾ 90 ദിവസം ആവശ്യപ്പെടും. പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സമൂഹം ഈ സംസ്ഥാനത്ത് 90 ദിവസത്തെ ട്രോൾ ബാൻ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഇവിടെ വരുന്ന പ്രശ്നം എന്താണ്? സമ്പൂർണ്ണ മത്സ്യബന്ധന നിരോധനം എന്ന് പറയുന്ന ഒരു ബ്ലാങ്കറ്റ് ബാൻ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. 96-ലെ കാര്യം 2006-ലെ കാര്യം നിങ്ങൾ പറഞ്ഞു. 2006 ഞങ്ങളെ ഇത് വെച്ച് തടയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ UPA എന്ന് NDA എന്ന് വേർതിരിവില്ല. ഉപജീവനാവകാശം തടയുന്നതിൽ നിങ്ങൾ ചേട്ടൻ ബാബയും അനിയൻ ബാബയും ഒന്നിച്ച് മൾട്ടിനാഷണൽ കമ്പനികളുമായി ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് ഞങ്ങളെ തടയാൻ പോയിട്ട് ഞാൻ സുപ്രീം കോടതിയിൽ പോയവനാണ്. സുപ്രീം കോടതിയിൽ ചെയ്തു, ഞങ്ങൾ പരാജയപ്പെട്ടു. എന്നിട്ട് തിരിച്ചു വന്ന് വീണ്ടും പ്രക്ഷോഭം നടത്തിയാണ് ഞങ്ങൾ അവകാശം ഞങ്ങൾ സംരക്ഷിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ പറയുന്നത്, ട്രോളിംഗ് നിരോധനം എത്ര ദിവസം വേണം വേണ്ട എന്നതിനൊക്കെ സംബന്ധിച്ച് അത് സംസ്ഥാനത്തിന്റെ വിഷയമാക്കി അത് സംസ്ഥാനത്തിനകത്ത് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. സംസ്ഥാനത്തിന്റെ അധികാര അവകാശങ്ങൾ കവർന്നെടുക്കുന്ന ഒരു ഫാസിസ്റ്റ് നടപടി നിങ്ങൾ സ്വീകരിച്ചിട്ട് അത് മുഴുവൻ ഇമ്പോസ് ചെയ്യാൻ തീരുമാനിച്ചാൽ ഗുജറാത്ത് പറയുന്നതിൽ വസ്തുതയില്ലേ? ഇപ്പോൾ താങ്കൾ തന്നെ പറയുന്നു കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ പക്ഷത്താണ് നിങ്ങൾ കേരള BJP എന്ന്. നിങ്ങൾ പ്രധാനമന്ത്രിയെയും കൃഷിമന്ത്രിയെയും കണ്ട് അതിൽ തിരുത്തൽ വരുത്താൻ സമ്മർദ്ദം ചെലുത്തുകയാണ് എന്ന്. അപ്പോൾ കേരളത്തിൻ്റെ പ്രത്യേകതകൾ കണക്കിലെടുക്കുക, ആന്ധ്രയുടെ പ്രത്യേകതകൾ കണക്കിലെടുക്കുക, അങ്ങനെ ഓരോ സംസ്ഥാനത്തെയും മത്സ്യബന്ധനത്തിൻ്റെ പ്രത്യേകതകളും അതുപോലെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള മാറ്റവും വിലയിരുത്തിക്കൊണ്ട് സംസ്ഥാനങ്ങളുടെ സ്വയംഭരണാവകാശത്തെയും അവിടുത്തെ ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തെയും അത് പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം അത് നടത്തുന്നതിൽ പരാജയപ്പെട്ടില്ലേ? ഇപ്പോൾ മുഖ്യമന്ത്രി പോയി, ഫിഷറീസ് മന്ത്രി പോയി, അവർ പോയി സംസാരിച്ചപ്പോൾ ആദ്യം രാവിലെ തിരുത്തൽ, അതിനുശേഷം എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരേ നിയമം. ഇതിൽ വീഴ്ച പറ്റി എന്ന അഭിപ്രായം VV രാജേഷിനുണ്ടോ? കേരളത്തെ സംബന്ധിച്ചിടത്തോളം തിരുത്തേണ്ടതല്ലേ കേന്ദ്ര സർക്കാരിൻ്റെ ഈ നയം? അല്ല, തീർച്ചയായും ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, മത്സ്യബന്ധന മേഖലയിൽ നിലവിലിരിക്കുന്ന സങ്കീർണമായ നിയമങ്ങളിൽ ഒരു ഉടച്ചുവാർക്കൽ ആവശ്യമാണ്. ഇവിടെ CMFRAയെ കുറിച്ച് പറഞ്ഞു. ഞാൻ സംശയിക്കുന്നു CMFRAയിലെ ഉദ്യോഗസ്ഥന്മാർ പലരും തന്നെ വിദേശ ട്രോളറുകളുടെയും അല്ലെങ്കിൽ വിദേശ ഏജൻസികളിൽ നിന്നും പണം പറ്റുന്നവരാണോ എന്ന് സംശയിക്കുന്നു എന്ന് പറയാൻ എനിക്ക് ഒരു മടിയുമില്ല. അവർ തന്നെ ചില സമയം കൊടുക്കുന്ന റിപ്പോർട്ട് ട്രോളിംഗ് നിരോധനം ദിവസം കൂട്ടണം, ചിലപ്പോൾ അവർ പറയുന്നു കുറയ്ക്കണം. ഇതിൽ തന്നെ തികച്ചും വൈരുദ്ധ്യമായിട്ടുള്ള വിഷയങ്ങളുണ്ട്. തമിഴ്നാട്ടിൽ ഇപ്പോൾ മത്സ്യബന്ധന നിരോധനം അവസാനിച്ചു കഴിഞ്ഞു, കേരളത്തിൽ ഇപ്പോഴും തുടരുകയാണ്. മൺസൂൺ ഓരോ സംസ്ഥാനങ്ങളിലും മാറുന്നതനുസരിച്ച് ഒരു വിശദമായ ചർച്ച നടത്തി ഇതിൽ സമ്പൂർണ്ണമായ മാറ്റമുണ്ടാകണം. അങ്ങനെ മാത്രമേ മത്സ്യബന്ധന മേഖലയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ അടിവരയിട്ട് പറയുന്നു, കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളോടൊപ്പമാണ് കേരളത്തിലെ BJPയുടെ സംസ്ഥാന ഘടകം. ബഹുമാനപ്പെട്ട ശ്രീ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി ശ്രീ K ബാബുവും TN പ്രതാപൻ MLAയും ഉൾപ്പെടെയുള്ളവർ കേരളത്തിലെ BJP ഘടകത്തിന് ഓരോ സംസ്ഥാനങ്ങളുടെയും മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട
മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു നിയമം വേണമെന്ന് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഈ പൊതുവായ നയത്തെ അവർ അംഗീകരിക്കുന്നില്ല. അവരും പ്രധാനമന്ത്രിയെ കാണാൻ പോയിരിക്കുന്നു, അവരുടെ തൊഴിലാളികളും കാണുന്നു. അപ്പോൾ എല്ലാവരും എതിർക്കുന്ന ഒരു നയം, പക്ഷേ അത് ഇവിടെ നടപ്പാക്കപ്പെടുന്നു. അത് തിരുത്താൻ കഴിയുന്നില്ല. യഥാർത്ഥത്തിൽ മത്സ്യത്തൊഴിലാളി മേഖലയിൽ, കേരളത്തിലെ മത്സ്യബന്ധന മേഖലയിൽ വരുത്തേണ്ട പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തെല്ലാമാണ് ചുരുങ്ങിയ വാക്കുകളിൽ? ഈ രാജേഷ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ചെയ്യേണ്ടത് ഒരു ജങ്ചറാണ്, ഒരു ക്രിട്ടിക്കൽ ജങ്ചറിൽ നമ്മൾ എത്തി നിൽക്കുക. 1976 ഒരു നിയമം വെച്ച് നമ്മുടെ ഈ വിഷയങ്ങളിൽ നിന്ന് പരിഹരിക്കാൻ പറ്റില്ല. അന്ന് തണ്ടും പങ്കായം വെച്ച് മീൻ പിടിക്കാൻ പോയ ആളുകളാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ. ഇന്ന് എല്ലാവരും തന്നെ 10, 50, 80 ലക്ഷം രൂപ കെട്ടുതാലി വെച്ച് പോകണം. 1.5 മണിക്കൂർ യാത്ര ചെയ്ത് 12 നോട്ടിക്കൽ മേൽ അകലെ പോകുന്ന അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് 76 നിയമം ഇന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം, കാലാനുസൃതമാക്കണം. അതിന് മുമ്പായിട്ട് BJPയുടെ ദേശീയ കൗൺസിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് സംസ്ഥാനങ്ങളുമായും സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി വിശദമായ ചർച്ച ചെയ്തുകൊണ്ട് ഒരു നയം രൂപീകരിക്കണം. ആ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു പോളിസി പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു നിയമം ഉണ്ടാക്കണം. അത് അന്താരാഷ്ട്ര ധാരണകൾക്കും സംസ്ഥാനങ്ങളെ ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം. എന്നിട്ട് റൂൾ ഉണ്ടാക്കണം. ഒരു റൂള് പോലും ഉണ്ടാക്കാത്ത 39 വർഷം കടന്നു പോയിട്ട് ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ മാന്യന്മാരും റിപ്പുവാൻ വെങ്കിളിനെ പോലെ ഉറക്കത്തിൽ നേരിട്ടിട്ട് ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് അംഗീകരിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ പ്രശ്നം, നമുക്ക് ഒരു സമഗ്രമായ നിയമം ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടി BJPയുടെ ദേശീയ സെക്രട്ടറിമാരായിരിക്കുന്ന മുരളീധര റാവുവും പ്രകാശ് മൽഗാവും ഒരു കാരണവശാലും വിദേശ കപ്പൽ അനുവദിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. സമഗ്രമായ നിയമം നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എണ്ണ കൊടുക്കണം വള്ളക്കാർക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഒരു വർഷം കഴിഞ്ഞിട്ടും നടപ്പാക്കിയിട്ടുള്ളത് മാത്രമല്ല, നിങ്ങളുടെ സർക്കാർ ഇവിടെ കൊടുക്കുന്ന മുഴുവൻ കപ്പലും ഡീഫാക്ടോ ഇന്ത്യൻ കപ്പലായിരിക്കുമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ഒക്ടോബർ 8-ാം തീയതി 3 വിദേശ കപ്പലുകൾക്ക് ഒരു കമ്പനിക്ക് വിശാഖപട്ടണത്തിൽ ലൈസൻസ് കൊടുത്തിരിക്കുകയാണ് 2019 വരെ. അപ്പം അതുകൊണ്ട് കഴിഞ്ഞ സർക്കാർ തുടർന്ന് വന്നിരുന്ന നയത്തിൻ്റെ ഒരു നൈരന്തര്യം ഉണ്ട് രാജേഷ്. നിങ്ങൾ സ്വദേശി പറയുന്ന ഒരു സർക്കാരാണ് എങ്കിൽ, നിങ്ങൾ തിരുത്തൽ വരുത്തേണ്ട സർക്കാരാണെങ്കിൽ ആ തിരുത്തലിന് നിങ്ങൾ തയ്യാറാകണം. അതുകൊണ്ട് കേന്ദ്രം അങ്ങേയറ്റം തെറ്റായ ഒരു തീരുമാനം ചിലപ്പോൾ ഉദ്യോഗസ്ഥന്മാരായിരിക്കും എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ശ്രീ TN പ്രതാപൻ, പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളോട് മാറി മാറി വന്ന സർക്കാരുകൾ കാണിച്ച അവഗണന, അവരുടെ മത്സ്യബന്ധനത്തിന് തടസ്സം സൃഷ്ടിക്കൽ, വിദേശ ട്രോളറുകൾക്ക് അനുമതി നൽകൽ, അത് 10-35 വർഷത്തെ ചരിത്രം ചാൾസ് ജോർജ് പറഞ്ഞു. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന പതനം. അതിൽ തിരുത്തൽ വരുത്തണമെന്ന അഭിപ്രായം BJP കേരള ഘടകത്തിനുണ്ട് എന്ന് രാജേഷ് പറയുന്നു. അടിമുടി ഒരു പൊളിച്ചെഴുത്ത് ഈ മേഖലയിൽ ആവശ്യമല്ലേ? അതിനുവേണ്ടിയുള്ള ഒരു പ്രക്ഷോഭമല്ലേ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ നയിക്കേണ്ടത്? തീർച്ചയായിട്ടും പ്രകാശ്, അതിനു വേണ്ടിയുള്ള പ്രക്ഷോഭം തന്നെയാണ് സംസ്ഥാനത്ത് തുടങ്ങേണ്ടത്. ഞാൻ രാജേഷ് പറഞ്ഞതിനെ പ്രത്യേകം നന്ദിയോടുകൂടെ സ്വാഗതം ചെയ്യണം. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ കേരളത്തിലെ BJP ഘടകം ഉൾപ്പെടെയുള്ളവർ ഈ 61 ദിവസത്തെ സമ്പൂർണ്ണ മത്സ്യബന്ധന നിരോധനത്തിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടുത്തിയത് ശരിയല്ല എന്നും അത് പിൻവലിക്കണമെന്നും തിരുത്തണമെന്നും BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഡൽഹിയിൽ പ്രധാനമന്ത്രിയും കൃഷിമന്ത്രിയും കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ ഈ ചർച്ചയിലെ വെളിപ്പെടുത്തലിന് പ്രത്യേകമായ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. BJPയും CPM-ഉം CPI-യും കോൺഗ്രസും സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി സംഘടനകളും മുസ്ലിം ലീഗും എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് ഈ കാര്യത്തിൽ. കേരളത്തിന്റെ ഒരു പൊതുവികാരമാണിത്. ആ ഒരു പൊതുവികാരം നേരത്തെ വിദേശ ട്രോളറുകൾക്ക് അനുമതി കൊടുത്ത സന്ദർഭത്തിൽ ഇതേ പൊതുവികാരം കേരളത്തിലുണ്ടായി. കേരളത്തിലെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാവരും BJPക്കാരും ഒക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് ശക്തമായി നമ്മൾ അഭിപ്രായവും സമരവും നടത്തി. അതുകൊണ്ടാണ് അന്ന് ഈ കോൺഗ്രസ് ഗവൺമെന്റ് മുരാരി കമ്മിറ്റിയെ വെച്ചത്. ആ പുതിയ വിദേശ കപ്പലുകൾക്ക് അനുമതി കൊടുക്കില്ല എന്ന് തീരുമാനിച്ചത്. അപ്പൊ നമുക്ക് ഈ കാര്യത്തിൽ രാഷ്ട്രീയ തർക്കത്തിനില്ല, രാഷ്ട്രീയ മുതലെടുപ്പിനില്ല. ഇത് ജീവിക്കാൻ വേണ്ടി ചാർച്ച ഇവിടെ പറഞ്ഞ പോലെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ്, ഉപജീവനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ്. ഇതിനകത്ത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ ഇന്ന് വരെ ഒരു നിരോധനം ഉണ്ടായിട്ടില്ല. അതിപ്പോ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് തിരുത്തണം, അത് പിൻവലിക്കണം എന്നേ നമുക്ക് വ്യക്തമാണ്. മാറി മാറി വന്ന കേന്ദ്ര സർക്കാരുകൾ, സംസ്ഥാന സർക്കാരുകളും പലപ്പോഴും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യമേഖലയിലെ തൊഴിലാളികൾക്കും എതിരായിരുന്നു. അത് ഏറ്റവും പ്രകടമായി വന്നിരിക്കുന്ന ഇപ്പോൾ BJP ഭരണത്തിലാണ്. കേരള BJP ഘടകം പോലും ഇതിനെ എതിർക്കുന്നു. വളരെ നന്ദി മന്ത്രി ശ്രീ K. ബാബു, ശ്രീ TN പ്രതാപൻ MLA, ശ്രീ ചാൾസ് ജോർജ്, ശ്രീ TJ ആഞ്ചലോസ്, ശ്രീ VV രാജേഷ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.